നെയ്യാറ്റിൻകരയിൽ നിന്ന് വാർത്ത വരുന്നു. മാതാപിതാക്കളെ കല്ലറ പൊളിച്ചു മകൻ. നെയ്യാറ്റിൻകര സ്വദേശി രഞ്ജിത്ത് രാജാണ് കല്ലറ പൊളിച്ചത്. 5 വർഷം മുന്നേ കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ പോലീസുകാർക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് രഞ്ജിത്തിന്റെ അച്ഛനും അമ്മയും മരിച്ചിരുന്നത്. സർക്കാർ നീതി തന്നില്ലെന്ന് ആരോപിച്ചാണ് രഞ്ജിത്ത് ഇപ്പോൾ കല്ലറ പൊളിച്ചിരിക്കുന്നത്. അരുൺ സോളമൻ ചേരുന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? വിനീത, ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര കോടതിയിൽ നിന്നും ഒരു വിധി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ രഞ്ജിത്ത് പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ വക്കീൽ കൂടിയായിട്ടുള്ള ഷീലയായിരുന്നു ഈ വിവരം അറിയിച്ചത്. ഈ സ്ഥലത്ത് 3 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. ഇത് നെയ്യാറ്റിൻകര നെല്ലിമൂട് ലക്ഷം വീട്ടിലായിരുന്നു. ഈ വീട്ടിലെ 3 സെൻറ്റുമായി ബന്ധപ്പെട്ട് ഏറെ കാലമായിട്ട് തൊട്ടടുത്തുള്ള വസന്തയുമായിട്ടുള്ളൊരു വസ്തു തർക്കമുണ്ടായിരുന്നു. ആ തർക്കമാണ് ഏറ്റവും ഒടുവിൽ 2020 ഡിസംബർ മാസം 28-ാം തീയതി ഇവിടുത്തെ രഞ്ജിത്തിൻ്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള രാജൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്പിളി, ഇരുവരും പെട്രോൾ ഒഴിച്ച് നിൽക്കുന്ന സമയത്ത് പോലീസ് എത്തുമ്പോഴാണ്, ഇവരെ ഒഴിപ്പിക്കുന്ന സമയത്താണ് ഇരുവരും അതിദാരുണമായിട്ട് പൊള്ളലേറ്റ് മരണപ്പെടുന്നത്. ഇതിന് പിന്നാലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കോടതി കയറി ഇറങ്ങുകയായിരുന്നു. 2 മക്കളായിരുന്നു, രഞ്ജിത്തും അതുപോലെ തന്നെ രാഹുലും. ഈ വിധി ഇന്നിപ്പോൾ ഇവർക്ക് തിരിച്ചടിയായി എന്നുള്ളതാണ് ഇപ്പോൾ വക്കീൽ പറയുന്നത്. ഈ 3 സെൻറ്റ് വസ്തു ഇവർക്ക് നഷ്ടപ്പെട്ടു. ആ ഒരു വൈകാരികമായിട്ട് അത്തരത്തിലൊരു ദുഃഖത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ എനിക്ക് ഈ തൊട്ടടുത്ത് കാണുന്ന ഈ കല്ലറ ഇപ്പോൾ തല്ലിപ്പൊളിച്ചിട്ടിട്ട് അദ്ദേഹം ഈ 2 മക്കളും ഇവിടെ നിന്ന് ഇപ്പോൾ കടന്നു പോയിരിക്കുകയാണ്. അവർ ഇവിടെ പോയെന്നറിയില്ല, നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വളരെ വിഷമത്തോടു കൂടിയാണ് രഞ്ജിത്ത് ഇത് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സർക്കാർ 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. ആ 10 ലക്ഷം രൂപ പോലും തനിക്ക് കിട്ടിയില്ല. തൻ്റെ 2 മക്കൾക്കും ആ 10 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല. അന്നൊരു ചാരിറ്റി പ്രവർത്തകർ അങ്ങനെ ഒരു വീട് ഇവിടെ ഒരു 3 സെൻറ്റിൽ വെച്ചു കൊടുത്തു. ഇപ്പോൾ ഈ വീടും ഈ അച്ഛൻ്റെയും അമ്മയുടെയും കല്ലറയും എല്ലാം നഷ്ടപ്പെടുന്ന, ഈ ഭൂമി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്തത്. വിനീത, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകി.